എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തീരെ പറ്റുന്നില്ല. അത്രയും നിങ്ങളെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അത്ര റിക്വസ്റ്റ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്ന കോളിന് ലിമിറ്റില്ല, അത്ര ഉണ്ട്. ഒരാളെ കാമുകയാന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, പഴയൊരു കാമുകയാന്ന് വിചാരിച്ചിട്ട് ആളിത്ര ഇതാക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല. അപ്പം എല്ലാം ശരിയാവട്ടെ, എല്ലാം എന്ത് പറയാനല്ലേ. ഞാനും മയക്കാന്ന് വെച്ചതാ, പിന്നെ ഞാനും അയച്ച് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് രാവിലെ മുതലേ തുടങ്ങിയിരിക്കണടാ. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റയും വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്ര വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റായി. ഞാൻ അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഇല്ലാണ്ടായിപ്പോയി, ഒന്നിന് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത്? ഒരു ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒന്നും അറിയുന്നില്ല, ഒന്നും മനസ്സിലാവുന്നുമില്ല. എന്താ ഇപ്പം ഇതിങ്ങനെ തൊടുപുഴ വന്നിരുന്നു അല്ലേ? കണ്ടിരുന്നോ? അജ്മൽ ബിസ്മിയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. റോഷ, നിന്റെ കോള് ഞാൻ കണ്ടു, വിളിച്ചുകൊണ്ടിരുന്നു, ഞാൻ കണ്ടു, ഞാൻ എടുക്കാം. നിങ്ങൾക്കൊക്കെ എന്താണ് അറിയേണ്ടത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ എന്താണ്, ഒരാള് പേഴ്സണൽ ലൈഫ് കയറിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഞാൻ മെത്തടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് വലിക്കുന്നുണ്ടോ, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫ് കയറിയിട്ട് എന്തിനാ ഇതൊക്കെ ചോദിക്കണം? കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്താ പറയുക, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലൊക്കെ എനിക്കില്ലേ സത്യത്തിൽ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് സ്റ്റക്കായിരിക്കുക. എൻ്റെ എവിടെ പറയണം, എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാണ്ടിരിക്കുക. നിങ്ങൾക്കൊരാളെ മനസ്സിലാവല്ലോ, ഫേസ് കണ്ടാലോ, ഇങ്ങനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവല്ലോ, ആൾക്കാരെ കണ്ടാലേ. സോ എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യനും കൊണ്ടിനി വരരുത്, നിർത്ത്. എനിക്കിങ്ങനെ ഷെയർ ചെയ്യുന്നത് നിർത്ത്, എനിക്ക് പറ്റാനിട്ടാ. എന്താ വാട്ട് അബൌട്ട് ഫസ്മിന, ഷീ ഈസ് നോട്ട് ആക്റ്റീവ്. എൻ്റെ പൊന്നളിയാ, നീ ഇവിടെ ആനക്കാരും പറയുമ്പോഴേ ചേനക്കാരത്തിൻ്റെ കാര്യം ഇങ്ങോട്ട് കൊളുത്താൻ നിൽക്കല്ല കേട്ടാ. ബൈക്ക് പിന്നെന്താ, നിസാം വെർജിൻ ആണോന്നോ? നിസാം, നീ നിന്റെ ഉമ്മനോടൊന്ന് ചോദിച്ചു നോക്കും ആണോന്ന്. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിനക്ക് ഇടണമെങ്കിൽ എന്താ പറയാ അല്ലേ, ഇടണമെങ്കിൽ നീ പറ. നീ എൻ്റെ അനിയനല്ലേ? ഉണ്ടാവില്ല. എൻ്റെ അനിയനോട് എടുത്തിരിക്കണത്. അപ്പം ഉമ്മാര് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാണ്ട് വിളിക്കാൻ. നിസാമ, നിനക്ക് കണ്ടിട്ടൊരു 20 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. എങ്ങനെ പോയാലും നിന്റെ ഒരു ചേച്ചിൻ്റെ പ്രായം എനിക്കുണ്ടാവും. കുറച്ചൊരു ഗേൾസിന് റെസ്പെക്റ്റ് കൊടുക്കണത് നല്ലതായിരിക്കും. വീട്ടിൽ അമ്മ ഉണ്ടാവും, പെങ്ങളുണ്ടാവും, കസിൻസ് ഉണ്ടാവും. ഓക്കെ, അവിടെ അടുത്തൊക്കെ ഒന്ന് പോയി നീ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നീ ചോദിച്ചു നോക്കേ. അവരെന്താണോ മറുപടി തരുന്നത് ആ മറുപടി ആയിരിക്കും എനിക്കും തരാനുള്ളത്. ഓക്കെ, എന്തൊക്കെ ക്വസ്റ്റ്യനാ വരുന്നത്? അവന് ഇത്രയൊക്കെ അറിയണേ. നീ ഒന്ന് അമ്മൻ്റെ അടുത്ത് പോയി ചോദിക്കാം. ഓക്കെ, ഷൈനായി പാച്ചപ്പായോ? ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. പാച്ചപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. നീ എന്നാ തിരിച്ചു വരണേ? ഞാൻ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ കുറച്ച് ഞാനിപ്പോൾ വീട്ടിൽ വന്നു ഇരിക്കുന്നുണ്ട് ഒരുത്തൻ. അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് സമാധാനം വേണമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നതാ. നോക്കുമ്പോൾ രാവിലെ മുതൽ സമാധാനം ഇല്ലാണ്ടായിപ്പോയി.
ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു വിത്ത് ഹിം ഏതോ ചാനൽ പോസ്റ്റ് ചെയ്തു. ഞാനും കണ്ടു. ആക്ച്വലി അതൊരു 8-9 മാസം മുമ്പുള്ളൊരു വീഡിയോ ആണ്, അതിപ്പോഴുള്ള വീഡിയോ ഒന്നല്ല. അത് ഏതോ മൂവി, നാദിർ ഷായുടെ ഒരു മൂവി ഉണ്ടായിരുന്നു, ഷൈൻ ടോം ചാക്കോ ഒരു അതിൽ ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ മൂവിയുടെ ഇത് റിലീസിന് പോയതട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. പിന്നെന്താണ്, അപ്പം ഇത്രേ പറയാനുള്ളൂ. ഇനി പോസ്റ്റും റീൽസും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക, എന്റെ മാനസികാവസ്ഥ മെന്റലാക്കാണ്ടിരിക്കുക. ഞാൻ പകുതി മെന്റലായിരിക്കുന്നത് ഇന്ന് അത്ര പ്രാന്തം എനിക്ക് ഇളകിയിട്ടുണ്ട്. അത്ര പ്രാന്തം വെച്ചാൽ അത്ര, കാരണം വെച്ചാൽ എത്രയൊക്കെ ആയാലുടോ ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ എനിക്കും കുറേ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്, ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ അയക്കുമ്പം എനിക്കും കുറച്ച് സങ്കടമൊക്കെ വരും. എന്ത് തെറ്റായാലും ശരിയായാലും എന്തായാലും അത് പറയുമ്പോൾ വല്ലാണ്ട് കൊള്ളും, എനിക്ക് നല്ല കൊള്ളും. എനിക്ക് നല്ല സങ്കടമുണ്ട്, സങ്കടമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് ഇങ്ങനെ അയച്ചിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഫീലിങ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യനെ. അപ്പോൾ എന്താ റിക്വസ്റ്റ് ആയിട്ട് മതി, ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ മതി. അല്ലാണ്ട് ഇത് എന്താ പറയാ നമ്മള് അപേക്ഷല്ല, എന്തോ പറയും, എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ പോണു, മതി. അപ്പം ഞാൻ പോകുന്നു. ബൈ 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 ഗൈസ്. ഞാൻ പറഞ്ഞു വന്നത് ഓർമ്മ ഉണ്ടല്ലോ, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. എനിക്കും ഫീലിങ്സ് ഉണ്ട്, എനിക്ക് ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, എനിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല ടെൻഷനുണ്ട്. രാവിലെ മുതൽ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഓരോ പോസ്റ്റും റീൽസും പ്രശ്നങ്ങളും ആളുടെ വരുമ്പോഴൊക്കെ എനിക്ക് നെഞ്ചിനുള്ളിൽ നല്ല പടയലുണ്ട്. കാരണം വെച്ചാൽ ഇത്രക്കാര്യം നമ്മൾ സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ പോസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക പ്ലീസ്. വേണമെങ്കിൽ കാല് പിടിക്കുക, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ബൈ ഗൈസ്, ലവ് യു. സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് നടിയോട് മോശമായി പെരുമാറി എന്ന പേരിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസ് കേസ് കൊടുക്കുകയും എന്നാൽ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതുമല്ല വളരെ വ്യക്തമായി തന്നെ വീഡിയോയിൽ പകർന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഇത്രയേറെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ വീണ്ടും പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ മുൻ കാമുകിയായ തനൂജയുടെ ലൈവ് ശ്രദ്ധേയമായിരിക്കുന്നത്. താനിപ്പോഴും അദ്ദേഹത്തിന്റെ കാമുകിയല്ല, എങ്കിലും സ്നേഹിച്ച ഒരാളോട് തനിക്ക് ഇപ്പോഴും ആ സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ച് എത്തിയിരിക്കുകയാണ് തനൂജ. ദയവ് ചെയ്ത് ഷൈനിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് തനൂജ. എന്തായാലും ഇപ്പോഴും ഷൈനുമായി താൻ സൗഹൃദം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തനൂജ വ്യക്തമാക്കിയിരിക്കുന്നത്.